15,000 rupees ഇഷ്ടം പോലെ നല്ല ഫോൺസ് ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ഇന്ന് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം ആദ്യമേ പറഞ്ഞേക്കാം, ഇതിൽ Redmi 13 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് അത് നല്ല ഡിവൈസ് ആണെന്ന്. ആയിരിക്കാം, ബട്ട് എനിക്കത് നല്ല ഡിവൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് നോക്കാൻ പറ്റിയ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പോൾ റെഡ്മിയുടെ ബ്രാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഷവോമിയുടെ ബ്രാൻഡിൽ നിന്ന് പോക്കോ X6 Neo എന്ന് പറയുന്ന ഡിവൈസ് 13,000 അല്ലെങ്കിൽ ഒരു 14,000 റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റും. ആ ഒരു പ്രൈസിന് ആ ഒരു ഡിവൈസ് ഓഫർ ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണൊന്നുമല്ല, എന്നാൽ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ഇടുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ബെസൽസ് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് പോയിന്റിന് ഇത്രയും ബെസൽലെസ് എക്സ്പീരിയൻസ് ഉള്ള വേറെ ഒരു ഡിസ്പ്ലേ ഒരു ബ്രാൻഡും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിനിപ്പോൾ IQ ആണെങ്കിലും റിയൽമി ആണെങ്കിലും ഏതൊരു ബ്രാൻഡ് നോക്കിയാലും ഇത്രയും നല്ല ബെസൽസ് കുറഞ്ഞ ഒരു ഡിസ്പ്ലേ, അതും AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് പോയിന്റിന് ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ഡിസ്പ്ലേ വേണം, നല്ല ബെസൽലെസ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിലും അതും ഒട്ടും മോശമൊന്നുമല്ല. ഡയമൻസിറ്റിയുടെ 6080 ചിപ്പ് സെറ്റ്, പിന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 108 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ഷൂട്ടറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രൈസ് പോയിന്റിന് ടോട്ടലി പറയാനാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ഉള്ള ഫോൺ വേണമെങ്കിൽ പോക്കോന്റെ X6 Neo ആണ് നമുക്കുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ടാണ് ഇനി എനിക്ക് സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണം, എനിക്ക് വേറെ ഒരു ബ്രാൻഡിന്റെ ഫോൺ ഞാൻ യൂസ് ചെയ്യത്തില്ല, അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് സാംസങ്ങിന്റെ F15 എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയാണ്. ഇതിന്റെ വേറൊരു വേരിയന്റ് കൂടെ വരുന്നുണ്ട്. F15 എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് ഒള്ളിയും അതുപോലെ തന്നെ M15 വരുന്നുണ്ട്. എക്സാക്ട്ലി സെയിം ഡിവൈസ് ആണ്. അത് ആമസോണിലാണ് സെല് ചെയ്യുന്നത് ഈ ഒരു M15 എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു U നോച്ചിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പഞ്ച് ഹോൾ ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നേനെ, ബട്ട് U നോച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇടുന്നുണ്ട്. സാംസങ്ങിന്റെ ബാക്കിയുള്ള ഓഫ്ലൈൻ സെൻട്രിക് ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് A സീരീസ് ആണെങ്കിലും ബാക്കിയുള്ള ഫോൺസിനെ കാട്ടൊക്കെ ഫാർ ബെറ്റർ ആണ് സൂപ്പർ AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ. പിന്നെ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. ആഡ്സും ബ്ലോട്ട്വെയർ ഒക്കെ കാണും, നേരത്തെ പറഞ്ഞ ഡിവൈസിലും ഉണ്ട്. അപ്പോൾ അതിൽ വലിയ പുതുമയൊന്നും ഇല്ല ഇവിടെ നോക്കുകയാണെങ്കിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ്. ക്യാമറ അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്കിൽ നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും 5 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മെഗാ പിക്സലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 13 മെഗാ പിക്സലിന്റെ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. ഡയമൻസിറ്റിയുടെ 6100+ എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം ഡീസന്റ് ചിപ്സെറ്റ് ആണ്. പിന്നെ ഈ ഒരു ഫോൺ മേടിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള 4GB റാം അവോയ്ഡ് ചെയ്തിട്ട് 6GB റാം എടുക്കുന്നതാണ് ഫാർ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ ആണ്, അത്യാവശ്യം ഹെവി സോഫ്റ്റ്വെയർ ആണ്. 6GB റാം കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എനിക്ക് ഈ ഒരു ഡിവൈസിൽ പറയാനുള്ളത്, ഈ ഒരു ഡിവൈസിന്റെ കൂടെ ചാർജർ കിട്ടുന്നില്ല. 25 വാട്ട്സിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ബോക്സിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 1000 rupees അല്ലെങ്കിൽ ഒരു 1500 rupees ഒക്കെ നമ്മൾ എക്സ്ട്രാ മുടക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഈ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ. അതുകൂടെ മൈൻഡ് വെച്ചേക്കാം. എന്നാൽ സാംസങ് ഡിവൈസ് തന്നെ വേണമെങ്കിൽ ഇതായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റി ഫോൺ മോസ് അല്ല പിന്നെ വേറെ ആരും പറഞ്ഞിടത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് ബെസ്റ്റ് ക്യാമറ ഉള്ള ഡിവൈസ് വേണമെങ്കിൽ നോക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മോട്ടോറോളയുടെ G64 എന്ന് പറയുന്ന ഡിവൈസ്. G64ന്റെ സ്പെഷ്യാലിറ്റീസ് നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി കിട്ടുന്നുണ്ട്. പിന്നെ ചാർജറും ബോക്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ സെറ്റപ്പിൽ OIS കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിന് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്ന ഒരേ ഒരു ഫോൺ നമ്മുടെ G64 തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം ഈ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒന്നും പ്രതീക്ഷിച്ച് പോകേണ്ട, IPS LCD ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഓറിയന്റഡ് ഡിവൈസ് അല്ല, എന്നാൽ അത്യാവശ്യം നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ്. അതായത് സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെങ്കിൽ ആഡ്സും ബ്ലോട്ട്വെയറും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാംസങ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പോക്കോ ആയിട്ടോ റിയൽമി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫാർ ബെറ്റർ ഓപ്ഷനാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഒന്നും അല്ല. അതായത് ഇപ്പോൾ CMFന്റെ ഫോൺ പോലെയോ അല്ലെങ്കിൽ ഒരു ബ്ലോട്ട്വെയറും ഇല്ല, ഒരു ആഡ്സും ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആഡ്സും ബ്ലോട്ട്വെയർ ഈ ഒരു ഫോണിലുണ്ട്, ബട്ട് സ്റ്റിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ ഒരു എക്സ്പീരിയൻസ് വേണം. ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ വേണമെങ്കിൽ ഈ ഫോൺ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ
അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടും. പിന്നെ ക്യാമറ സെറ്റപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ വിത്ത് OIS കൊടുത്തിട്ടുണ്ട്. പ്ലസ് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൾട്രാ വൈഡും ഈ പ്രൈസ് പോയിന്റിന് കിട്ടുന്നതാണ്. അതും 5 മെഗാ പിക്സൽ അല്ല 8 മെഗാ പിക്സൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 16 MB സെൽഫി ക്യാമറ വരുന്നത്, അതും നല്ല കാര്യം തന്നെയാണ്. ഓവറോൾ ക്യാമറയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് മോട്ടറോളയുടെ G64 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പല റിയൽമി ഫാൻസും കാണും, അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് റിയൽമിയുടെ P1 എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഒരു ഡിവൈസിന്റെ നോർമൽ പ്രൈസിംഗ് നോക്കുകയാണെങ്കിൽ 15,999 ആണ്, അതായത് 16,000 രൂപ. എന്നാൽ ഓഫർ ടൈമിന് 14,000 അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് അകത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബാങ്ക് ഓഫറും വെച്ച് നമുക്ക് ആ ഒരു പ്രൈസിന് മേടിക്കാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഡിവൈസുകളിലെല്ലാം AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ക്യാമറയൊക്കെ ആവറേജ് ആണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഇതിനെയും കാട്ടും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഡിവൈസ് ഉണ്ട്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബാലൻസ്ഡ് ഡിവൈസ് ആണ് റിയൽമി P1 എന്ന് പറയുന്നത്. UFS 3.1 കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് പോയിന്റിന് വേറെ ഒരു ഡിവൈസും UFS 3.1 പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡയമൻസിറ്റിയുടെ 7050 ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. 6.67 ഇഞ്ചിന്റെ ഒരു ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും റിയൽമി P1 ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റിയൽമി P1 പറയുമ്പോൾ പല ആൾക്കാരും പറയും എവിടെയാണ് റിയൽമി നാർസോ 70 Pro എന്ന്. കാരണം ഓഫർ ടൈമിൽ റിയൽമി നാർസോ 70 Pro 15,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു പ്രൈസിന് റിയൽമി നാർസോ 70 Pro നോക്കുകയാണെങ്കിൽ റിയൽമി P1 കാട്ടും കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ക്യാമറ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങിലും അപ്ഗ്രേഡേഷൻ ഉണ്ട്. ബാറ്ററി സൈസൊക്കെ 5000 mAh ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ്. എന്നാൽ ബാറ്ററിയുടെ ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ റിയൽമി നാർസോ 70 Proയിൽ വന്നിട്ട് നമുക്ക് 67 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20,000 റുപ്പീസിന് ഇറങ്ങിയ ഒരു ഡിവൈസാണ്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 15,000 റുപ്പീസിനൊക്കെ ഓഫറിന് മേടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ 16,000 രൂപയാണ്. ആ ഒരു പ്രൈസിനും നല്ല ഡിവൈസ് തന്നെയാണ്. 1000 റുപ്പീസ് എക്സ്ട്രാ കൊടുത്ത് ആ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ. പെർഫോമൻസിന് വേണ്ടിയല്ല, നല്ലൊരു ക്യാമറ ഉണ്ട്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പിന്നെ റിയൽമിയുടെ ഡിവൈസ് വേണമെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എനിക്ക് IQ അല്ലെങ്കിൽ വിവോയുടെ ഡിവൈസ് വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നോക്കാൻ പറ്റിയാണ് IQ Z9X അല്ലെങ്കിൽ Vivo T3X. രണ്ട് ഡിവൈസും സെയിം ഡിവൈസ് ആണ്. അതായത് വേറെ വ്യത്യാസമൊന്നുമില്ല, ബാക്ക് പാനലിലെ ഡിസൈൻ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ IQ എടുത്താലും Vivo എടുത്താലും സർവീസ് സെൻ്ററൊക്കെ സെയിം ആണ്, അവിടെയൊന്നും വേറെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഈ ഫോണിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റ് എടുത്തിട്ടുണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ്, അതായത് AMOLED ഒന്നും കിട്ടുന്നില്ല. എന്നാൽ IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ടും വേറെ കുഴപ്പമൊന്നും ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റിൽ പറയുന്നില്ല. കോമ്പറ്റീറ്റേഴ്സ് ബെറ്റർ ഡിസ്പ്ലേ ഓഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ IQൻ്റെ ഡിവൈസ് വേണം, വിവോയുടെ ഡിവൈസ് തന്നെ വേണമെങ്കിൽ ഈ ഒരു ഫോണായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ്. ഈ പ്രൈസ് പോയിന്റ് അടിപൊളി തന്നെയാണ്. ഡിസ്പ്ലേ IPS LCD ആണ് എന്നും പറഞ്ഞ് വലിയ മോശപ്പെട്ട ഡിസ്പ്ലേ ഒന്നും അല്ല. ചാർജറും ബോക്സിനകത്ത് ഇടുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ബട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഇനി ലാസ്റ്റ് ഫോൺ എന്ന് പറയുന്നതാണ് ഈ പ്രൈസ് പോയിന്റ് മേടിക്കാൻ പറ്റിയ ദി ബെസ്റ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ CMF Phone 1 എന്ന് പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനകത്ത് എല്ലാ സ്പെസിഫിക്കേഷനും പറയുന്നുണ്ട്. CMF Phone 1 നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിവൈസ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റ് മേടിക്കാൻ പറ്റിയ ക്ലീനസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഈ ഒരു ഡിവൈസ് തന്നെയാണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിലും 15,000 റുപ്പീസിനകത്ത് ഡയമൻസിറ്റി 7300 ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിപൊളി പെർഫോമൻസ് ആണ് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ച് അൺബോക്സിംഗ് വീഡിയോയും റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.